അനി വിത്ത് ഫുഡ് ആൻഡ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു ഡ്രിങ്ക്സാണ് തയ്യാറാക്കുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക്സാണിത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഇതുണ്ടാക്കാനായി ഞാൻ 5 പൂവൻ പഴമാണ് എടുത്തത്. അത്യാവശ്യം നന്നായി പഴുത്ത പഴമാണിത്. ഇനി ഇതിൽ നിന്ന് 4 പഴം എടുത്ത് അതിൻ്റെ തൊലി കളഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പഴം അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 10 കുതിർത്ത ബദാം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 10 കാഷ്യൂ നട്ട്സ് കുതിർത്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഹോർലിക്സ് പൊടിയാണ്. ഞാനിപ്പോൾ ഒരു 5 രൂപേൻ്റെ പാക്കറ്റ് മുഴുവനായും ഇതിലേക്ക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് തയ്യാറാക്കാനായി 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തത്. നന്നായി തിളപ്പിച്ചതിന് ശേഷം തണുപ്പിച്ചെടുത്തതാണിത്. ആദ്യം ഇതിലേക്ക് 1 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിനി നന്നായി ഒന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്കസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് കുതിരാനായിട്ട് വെക്കാം. ഞാനിപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ കുതിർന്ന് വരും. ഒരു 2-3 മിനിറ്റ് മതിയാകും. നമ്മൾ നേരത്തെ അടിച്ചു വെച്ചതിലേക്ക് ബാക്കി വരുന്ന പാലും കൂടെ ചേർത്ത് കൊടുക്കാം. കട്ടപ്പാലാണ് നിങ്ങൾക്ക് ചേർക്കാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. നന്നായി തിളപ്പിച്ചതിന് ശേഷം നന്നായി തണുപ്പിച്ചെടുത്ത പാലാണ് ഇതിലേക്ക് ചേർത്തത്. വീണ്ടും ഇത് നന്നായി ഒന്ന് അടിച്ചെടുക്കണം. ഇതിനെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒരു പഴം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ പഴം ചെറുതായിട്ടൊന്ന് ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം. ഇത് തയ്യാറാക്കാനായി തീരെ പഴുക്കാതെ പഴം എടുക്കരുത് കേട്ടോ. നല്ല മധുരമുള്ള പഴമാണ് ഇതിന് എടുക്കേണ്ടത്. എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇപ്പോൾ കസ്കസ് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 സ്പൂൺ കുതിർത്ത കസ്കസ് ചേർത്ത് കൊടുക്കാം. കുറച്ച് അതിൽ മാറ്റി വെച്ചിട്ടുണ്ട്. മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്തിട്ടില്ല. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി തണുത്ത ഡ്രിങ്ക്സാണ് വേണ്ടതെങ്കിൽ ഇതിലേക്ക് ഈ സമയത്ത് കുറച്ച് ഐസ് ക്യൂബ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു പിടി വറുത്ത നിലക്കടല മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കണം. ഒരല്പം തരിതരിപ്പോട് കൂടിയിട്ടാണ് ഇത് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇത് 2-3 തവണയായി ഇതിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഡ്രിങ്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 ഗ്ലാസ്സിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഡ്രിങ്ക്സ് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഏറെ ഇഷ്ടപ്പെടും. അത്രയും നല്ലൊരു ടേസ്റ്റാണ് ഇതിനുള്ളത്. ഇനി ഇതിന് മുകളിലായി കുറച്ച് അനാർ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 2 ഗ്ലാസിൻ്റെ മുകളിലായി ഇതുപോലെ അനാർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി വന്നിട്ടുള്ള ഡ്രിങ്ക്സിലേക്ക് 1 ഡ്രോപ്സ് ഫുഡ് കളർ ചേർത്ത് മിക്സ് ചെയ്തെടുത്തതാണിത്. ഇനി ഇതിന് മുകളിലായി കുതിർത്ത കസ്കസ് 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിലായി കുറച്ച് അനാർ കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഡ്രിങ്ക്സിന് കൂടുതൽ മധുരം വേണം എന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടാവുന്നതാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.